പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വിഷയം നവോത്ഥാനം, കേണൽ മൺറോയുടെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ. കേരള ചരിത്രത്തിലെ അഥവാ തിരുവിതാംകൂർ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു കേണൽ മൺറോയുടെ കാലഘട്ടം. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ അഭിപ്രായപ്പെട്ടത് തിരുവിതാംകൂർ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിക്കാം, കേണൽ മൺറോയ്ക്ക് മുൻപും മൺറോയ്ക്ക് പിൻപും. അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ ഒരു മഹത് വ്യക്തിയാണ് കേണൽ മൺറോ. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹം കടത്തിൽ ആണ്ടുകിടന്ന തിരുവിതാംകൂറിനെ ആ കടങ്ങളിൽ നിന്നും വീട്ടി സാമ്പത്തികമായി പുരോഗതി കൈവരിക്കുന്നതിനിടയാക്കി. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നേട്ടം. അദ്ദേഹം ദിവാനായി ചാർജ് എടുക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ കടം വളരെയധികമായിരുന്നു. 18 ലക്ഷത്തോളം രൂപ മദിരാശി ഗവൺമെൻറ്റിനും 6 ലക്ഷം രൂപ തിരുനെൽവേലി, കോട്ടാർ മുതലായ സ്ഥലങ്ങളിൽ നിന്നും മുൻ ഭരണാധികാരി ആയിരുന്ന ശ്രീ കാർത്തിക തിരുനാൾ മഹാരാജാവ് വാങ്ങിയ ഇനത്തിലും ഉണ്ടായിരുന്നു. ശ്രീമൻ മൺറോ ചാർജ് വിട്ട് പോകുമ്പോൾ ആ സകല കടങ്ങളും വീട്ടി 5 ലക്ഷത്തോളം രൂപ തിരുവിതാംകൂറിന് ലാഭമുണ്ടായിരുന്നു. ഈ പണം ഒന്നും തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ ചെയ്തില്ല. ഇതെല്ലാം, ഈ ലാഭമുണ്ടാക്കിയ തുകയെല്ലാം തിരുവിതാംകൂറിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ചിലവാക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പട്ടാളത്തെ ഉണ്ടാക്കി. നേരത്തെ തിരുവിതാംകൂറിൽ ഒരു പട്ടാളം ഉണ്ടായിരുന്നു, അതിനെ പിരിച്ചുവിട്ടിരുന്നു. ആ പട്ടാളക്കാരിൽ ആരോഗ്യമുള്ളവരെയും ചെറുപ്പക്കാരെയും ചേർത്ത്, കൂടുതൽ ആളുകളെയും ചേർത്ത് തിരുവിതാംകൂർ നായർ പട്ടാളം എന്ന ഒരു പട്ടാളത്തെ ഉണ്ടാക്കി. അത് പിൽക്കാലത്ത് വർഷങ്ങളോളം വളരെ സുപ്രസിദ്ധമായ ഒരു റെജിമെൻ്റായിട്ട് തിരുവിതാംകൂറിൻ്റെ രക്ഷയ്ക്കായി നിലകൊണ്ടു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. മൺറോയുടെ പരിഷ്കാരം പ്രധാനമായും ഫലം ചെയ്തത്, അല്ലെ ഗുണം ചെയ്തത് 3 പ്രധാന സമുദായങ്ങൾക്കാണ്. 1 ക്രിസ്ത്യാനികൾ, 2 ഈഴവർ, 3 ദളിതർ. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം നേരത്തെ പഴയ കാലഘട്ടത്തിൽ കിനായിത്തുമ്പിൻ്റെ കാലഘട്ടത്തിൽ മുതൽ പല അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു തിരുവിതാംകൂറിലെ ആദിമ സുറിയാനി ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നത്. എന്നാൽ കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ അവരുടെ പല അധികാരങ്ങളും അവകാശങ്ങളും എടുത്തു കളഞ്ഞ് രാഷ്ട്രീയമായും സാമൂഹ്യമായും അവർ വളരെ പിന്നോക്കം പോയി. അന്നത്തെ സുറിയാനി സഭ വളരെ പരിതാപകരമായ നിലയിലായിരുന്നു. അന്നത്തെ സുറിയാനി മെത്രാൻ കേണൽ മൺറോയുമായിട്ടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മിഷണറിമാരോടൊക്കെ സംസാരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനിയുടെ അവസ്ഥയ്ക്കൊരു ഭേദം വരുത്തണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ഒരു സെമിനാരി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അന്നത്തെ കത്തനാരന്മാർ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ സഭ അല്ലെങ്കിൽ ജനങ്ങളെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് കണ്ട് മൺറോ ഒരു സെമിനാരി ഉണ്ടാക്കി. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല സ്കൂളുകൾ നിർമ്മിക്കുന്നതിനും നടത്തുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. മിഷണറിമാർക്ക്
പല പിന്തുണയും നൽകി. അതിൻ്റെ ഫലമായി നേരണം, തുമ്പമൺ, കോഴഞ്ചേരി, മാരാമൺ, മാവേലിക്കര, തിരുവല്ല, കോട്ടയം മുതലായ സ്ഥലങ്ങളിൽ സ്കൂളുകൾ, പള്ളിക്കൂടങ്ങൾ പള്ളിയോടനുബന്ധിച്ച് സ്ഥാപിക്കുകയും അങ്ങനെ ആ സ്ഥലങ്ങളിൽ ജനങ്ങൾ വിദ്യാഭ്യാസപരമായി വളരെയധികം പുരോഗമിക്കുകയും ചെയ്തു. അവർ പഠിച്ചിരുന്നത് കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. അവർ ഉന്നതരായ പല ജോലിക്കും അർഹരായി. അദ്ദേഹം മഹാറാണിയെ കൊണ്ട് ഒരു ഉത്തരവ് പാസാക്കി തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ക്രിസ്ത്യാനികൾക്ക് ജോലി സംവരണം ചെയ്തു. അതോടുകൂടി വിദ്യാഭ്യാസം നേടിയ സുറിയാനി ക്രിസ്ത്യാനികൾ പലരും ഉന്നത ഉദ്യോഗസ്ഥരിൽ പ്രവേശിച്ചു. കൂടാതെ കേണൽ മൺറോയുടെ സത്യസന്ധത കണ്ട് ക്രിസ്ത്യാനികളുടെ സത്യസന്ധതയിൽ ബോധ്യപ്പെട്ട് മഹാറാണി ഒരു ഉത്തരവ് പാസാക്കി. അതായത് എല്ലാ കോടതികളിലും ഒരു ക്രിസ്ത്യൻ ജഡ്ജിയെ നിയമിക്കണമെന്ന്. അപ്രകാരം എല്ലാ കോടതികളിലും ഓരോ ക്രിസ്ത്യൻ ജഡ്ജിമാരെ നിയമിക്കുകയുണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസത്തിലും ഉന്നത ഉദ്യോഗം കിട്ടുന്നതിലും കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുന്നതിന് കാരണമാക്കി. പിന്നീട് മൺറോയുടെ പരിഷ്കാരം കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയ ഒരു സമുദായമാണ് ഈഴവ സമുദായം. ഈഴവ സമുദായം അന്നത്തെ കാലഘട്ടത്തിൽ ചില പ്രയാസങ്ങളും ചില പരിതാപകരമായ പരിതസ്ഥിതികളെയും നേരിടേണ്ടി വന്നു. ഈഴവർ യഥാർത്ഥത്തിൽ അത്ര ഹീനമായ ഒരു ജാതി ആയിരുന്നില്ല. പക്ഷേ ചാതുർവർണ്ണത്തിന് പുറത്തായിരുന്നുകൊണ്ട് അന്നത്തെ ബ്രാഹ്മണരും ശൂദ്രരും അവരെ താണജാതിക്കാരായി മാറ്റി നിർത്തി. യഥാർത്ഥത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ചാതുർവർണ്ണത്തിന് അല്ലെങ്കിൽ ശൂദ്രർക്ക് താഴെയുള്ളൊരു സമുദായമായി അവരെ കണക്കാക്കി. അവർക്ക് വേണ്ട അത്ര പ്രാതിനിധ്യം കൊടുത്തില്ല. ചരിത്രകാരന്മാർ പലരും വിവരിക്കുന്നത് മുഷിഞ്ഞ മുണ്ടുകളും ധരിച്ച് മേൽമുണ്ടൊന്നും ഇല്ലാതെ നടക്കുന്ന തീരെ പാവപ്പെട്ടവരായ ഒരു കൂട്ടം ആളുകൾ ആണ് ഈഴവരെന്ന് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയല്ല. അന്ന് നായന്മാരും ഈഴവരും ആരും തന്നെ മേൽമുണ്ട് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ മേൽമുണ്ട് സമരം ഈഴവർക്കായി വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമരമാണെന്ന് വരുത്തിത്തീർക്ക് അവർ മാത്രം വളരെ മോശമായ നിലയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ശരിയല്ല. തെക്കൻ തിരുവിതാംകൂറിലെ ഈഴവർ താരതമ്യേന സാമ്പത്തികമായും സാമൂഹികമായും താഴ്ന്ന നിലയിലായിരുന്നു. എന്നാൽ മധ്യ തിരുവിതാംകൂറിലെ ഈഴവർ കുറേ കൂടെ പുരോഗമിച്ചവരായിരുന്നു. മൺറോയുടെ ഏറ്റവും വലിയ പരിഷ്കാരമായ കച്ചവട സ്വാതന്ത്ര്യം വന്നതോടുകൂടി ഈഴവ സമുദായത്തിനിടയിൽ നിന്നും കച്ചവടക്കാരും മറ്റ് ജോലികൾ ചെയ്യുന്നവരും അങ്ങനെ വിവിധ വിധത്തിൽ നിലകളിൽ പരിഷ്കാരം ലഭിച്ചവരും ജോലി ചെയ്യുന്നവരുമായ പല ഈഴവരും ഉണ്ടായി. അവർ താരതമ്യേന അധ്വാനശീലരും തൻ്റേടികളുമായിരുന്നുകൊണ്ട് പല സംരംഭങ്ങളും തുടങ്ങി. എണ്ണയാട്ട് മില്ലുകൾ, കൊപ്ര മില്ലുകൾ, അല്ലെങ്കിൽ തൊഴിൽശാലകൾ, അങ്ങനെ പല വ്യവസായവും കച്ചവടവും ചെയ്ത് അവർ ഉന്നത നിലയിലെത്തി. അവരിൽ പലരും നായന്മാരെക്കാളും കൂടുതൽ സമ്പത്ത് സമ്പാദിച്ച് ജന്മിമാരും ഉന്നത സാമ്പത്തിക നിലവാരം പുലർത്തിയവരുമായിത്തീർന്നു. അവരുടെ ഇടയിൽ നിന്നും പല ജന്മിമാരും ഉണ്ടായി. ആലുംമൂട്ടി ചാന്നാന്മാർ, ആറാട്ടുപുഴ പണിക്കർമാർ തുടങ്ങി സാമ്പത്തികമായി നേട്ടം വരിച്ച സുപ്രധാനമായ
പ്രസിദ്ധമായ പല കുടുംബങ്ങളും അവരുടെ ഇടയിലുണ്ടായി. കൊല്ലം മുതൽ വടക്കോട്ട്, അതായത് കൊല്ലം, കായംകുളം, മാവേലിക്കര, ചേർത്തല, പന്തളം മുതലായ സ്ഥലങ്ങളിൽ ഈഴവർ വളരെയധികം വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും നേട്ടം വരിക്കുകയും അവർക്ക് ഇടയിൽ വലിയ പുരോഗമനം ഉണ്ടാവുകയും ചെയ്തു. അത് കണ്ണൻ മൺട്രോയുടെ കച്ചവട സ്വാതന്ത്ര്യം എന്ന നയത്തിൽ നിന്നുണ്ടായ പുരോഗതിയാണ്. ഇവരെ കൂടാതെ പാവപ്പെട്ട ദളിതർക്കും വളരെ പുരോഗതി ഉണ്ടായി. അടിമത്തം നിർത്തലാക്കിയതോടുകൂടി അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ജന്മിമാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ പലരും വിദ്യാഭ്യാസം നേടി അടിമ വിദ്യാലയങ്ങൾ തുടങ്ങി. അവർ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മറ്റ് സാമൂഹ്യപരമായും വളരെയധികം പുരോഗമിക്കുന്നതിനിടയായി. ഇവരുടെ എല്ലാം പുരോഗതിക്ക് കാരണം മൺട്രോയുടെ പരിഷ്കാരങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. കേരള നവോത്ഥാനത്തിന് അടിത്തറ പാകിയത് കണ്ണൻ മൺട്രോയുടെ പരിഷ്കാരങ്ങളാണ്. യഥാർത്ഥത്തിൽ മൺട്രോയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന നവോത്ഥാന നായകർ പ്രവർത്തിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി കേണൽ മൺട്രോ ആണെന്ന് നിസ്സംശയം പറയാം. ഇനിയും എൻ്റെ വീഡിയോ തുടരുന്നതാണ്. നിങ്ങൾ വീണ്ടും നവോത്ഥാന ചരിത്രം കേൾക്കണം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.